ഇതിനകത്തൊരു പ്രധാനപ്പെട്ട വിഷയം NCP എന്ന പാർട്ടി ആശയപരമായ കർഷകരുടെ പാർട്ടിയാണെന്ന് അവിടുത്തെ കരിമ്പ് കർഷകരുടെ പാർട്ടി സഹകരണ സംഘങ്ങളൊക്കെ നിൽക്കുന്ന ഒരു പാർട്ടിയാണെന്നൊക്കെ പറയുമ്പോഴും ശരത് പവാർ എന്ന് പറയുന്ന മഹാരാഷ്ട്രക്കാരുടെ ഒരു അഭിമാനമായ നേതാവിനെ പിൻപറ്റി നിൽക്കുന്ന പാർട്ടിയാണ്. അവിടെ ശരത് പവാർ എന്ന് പറയുന്ന ഒരു ഈ അവസാന നിമിഷം നിൽക്കുമ്പോഴും പുതിയ പാർട്ടി രൂപീകരിച്ച് അജിത് പവാർ പോകുമ്പോഴും ശരത് പവാറിന്റെ പടം പോലും മാറ്റാൻ കഴിയുന്നില്ല. ശരത് പവാറിനെ മുൻനിർത്തി അല്ലാതെ NCP എന്ന് പറഞ്ഞൊരു പാർട്ടിക്ക് എത്രത്തോളം നിലനിൽപ്പുണ്ടെന്ന് ചോദ്യമുണ്ട്. ഇപ്പോൾ അടിസ്ഥാനപരമായി ജനത്തെ സംബന്ധിച്ചിടത്തോളം പവാറാണ് പാർട്ടി, അല്ലാതെ ചിഹ്നമോ അല്ലെങ്കിൽ അവരുടെ ക്ലോക്ക് ചിഹ്നം നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതി ആ ക്ലോക്ക് ചിഹ്നം കൊണ്ട് മാത്രമല്ല ഇതിൻ്റെ പാർട്ടിയുടെ നഷ്ടപ്പെടുന്നത്. പവാർ എന്ന് പറയുന്ന വ്യക്തി നിൽക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. ആ ഭാഗത്തേക്ക് സ്വാഭാവികമായും കൂടുതൽ സ്വാധീനം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. MLA-മാർ കൂടുതൽ മാറുന്ന അവരുടെ അധികാരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടും പലർക്കെതിരെ കേസുകളുണ്ട്. അത്തരം പല പല വിഷയങ്ങൾ അവരുടെ താല്പര്യങ്ങളും ഒക്കെ വരാം. അധികാരത്തിൻ്റെ ഒരു ഭാഗമാകാൻ പെട്ടെന്ന് പോകുന്നു, അത്തരം താല്പര്യങ്ങൾ വരാം. പക്ഷേ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് NCP-യിൽ അതുവരെയും വിശ്വസിച്ചിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പവാറിന് ഒരു സ്വാധീനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന് വോട്ടിങ്ങിന് ശേഷം വേണം എത്രത്തോളം ഉണ്ടാകുന്ന പറയാൻ. ഇനി മറിച്ച് ശിവസേന വന്നു കഴിഞ്ഞാൽ അവിടെ ഉദ്ധവ് താക്കറെയാണ് ഒരു ഭാഗത്ത് നിൽക്കുന്നത്, മറ്റേത് സുശീൽ കുമാർ ഷിൻഡെയാണ് നിൽക്കുന്നത്. ഉദ്ധവ് താക്കറെ പോലെ ഒരാൾ നിൽക്കുമ്പോൾ അത് ശിവസേനയെ സംബന്ധിച്ചിടത്തോളം ബാൽ താക്കറെയുടെ പിന്മുറ അവകാശപ്പെടാൻ കഴിയുന്ന ഒരാൾ നിൽക്കുകയാണ്. ബാൽ താക്കറെയുടെ പാർട്ടിയാണ് ശിവസേന. ശിവസേനയുടെ ആശയപരമായ പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഒക്കെ വ്യത്യാസമുണ്ടെങ്കിലും ഇത് ബാൽ താക്കറെ എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടാക്കിയ പാർട്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തെ വിശ്വസിച്ച് മുംബൈയിലെ ജനങ്ങൾ ഒരു മുംബൈക്കരുടെ ഒരു വികാരമൊക്കെ മഹാരാഷ്ട്രയുടെ വികാരം ഉണർത്തി അദ്ദേഹം ഉണ്ടാക്കിയ പാർട്ടിയാണ്. അപ്പോൾ ആ വിശ്വാസത്തിൽ അതിൻ്റെ പിന്മുറക്കാരനായി നിൽക്കുന്ന ആൾ ഉദ്ധവ് താക്കറെയാണ്. സ്വാഭാവികമായും ഉദ്ധവ് താക്കറെയും ശരത് പവാറിനും വിഷമം ഉണ്ടാകുകയും അല്ലെങ്കിൽ അവർക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളോട് ഒരു തിരിച്ചടി ഒരു പരിധിവരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഈ BJP സഖ്യത്തെ അല്ലെങ്കിൽ BJPക്ക് തളർത്തും അല്ലെങ്കിൽ അവരെ പരാജയപ്പെടുത്തി വിജയിക്കാൻ കഴിയുമോ എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇവിടെ കിരൺ, നമ്മൾ പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഉയർന്നു കേട്ടിട്ടുള്ള ഒരു പ്രയോഗമാണ് ഡബിൾ എഞ്ചിൻ സർക്കാർ. നിങ്ങൾ കേന്ദ്രം BJP ഭരിക്കുമ്പോൾ, NDA ഭരിക്കുമ്പോൾ സംസ്ഥാനത്തും അത് ഡബിൾ എഞ്ചിൻ ആക്കണമെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യണം എന്ന, അതെ, സംസ്ഥാനത്തും BJP വരണം, അവിടെ വോട്ട് ചെയ്യണം എന്ന ആഹ്വാനം. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് മറ്റൊരു തരത്തിൽ പ്രതിഫലിക്കുക, ഇരട്ട ഭരണവിരുദ്ധ വികാരം നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ മഹാരാഷ്ട്ര അങ്ങനെ ഒരു സംസ്ഥാനമാണ്, അവിടെ NDA ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനമാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരായ വിരുദ്ധമായ വികാരം അവിടെ ഉണ്ടാകാം. അത് കേന്ദ്ര സർക്കാരിനെതിരെ ഉള്ള വികാരവും ഒരുമിച്ച് അലയടിക്കാൻ ഇടവരുന്ന സാഹചര്യമാകുമ്പോൾ അത് ഇന്ത്യ മുന്നണി വലിയ പ്രതീക്ഷയോടെ കാണുന്നുണ്ട്. അത് സ്വാഭാവികമാണ് രേണുക. അതിനകത്തൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ പുതിയ സർക്കാർ വരുമ്പോഴും ആ സർക്കാരിനെ ആദ്യം ശിവസേന പിളർത്തുന്നു, അതിനുശേഷം NCP-യും കൂടി പിളർത്തുന്നു. ശിവസേനയ്ക്ക് അങ്ങനെ ഒരു മേൽക്കൈ വേണ്ട, അങ്ങനെ ഒരു അധികാരത്തിലൊരു മേൽക്കൈ വേണ്ട എന്ന് അവർ തീരുമാനിക്കുന്നു. NCP-യെ കൂടി പിളർത്തിക്കുമ്പോൾ സ്വാഭാവികമായും ഷിൻഡെ വിഭാഗത്തിനുള്ള ഒരു ബാർഗനിങ് പവർ കുറയുന്നു. ഈ ഷിൻഡെ വിഭാഗത്തിൽ നിൽക്കുന്നവരായാലും അജിത് പവാർ വിഭാഗത്തിൽ നിൽക്കുന്നവരായാലും അവർക്കും ഈ BJP മുന്നണിയിലെ ഭരണത്തോട് അവിടെ ഭരിക്കുന്ന പിളർപ്പുണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ത്യ മുന്നണി നല്ല നേട്ടം അവിടെ ഉണ്ടാക്കുമായിരുന്നു, വലിയ നേട്ടം ഉണ്ടാക്കുമായിരുന്നു. BJP-യെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നേട്ടം തന്നെയാണ്. അവർക്ക് അവിടുത്തെ പ്രധാനപ്പെട്ട 3 പാർട്ടികൾ ഒരു ഭാഗത്തും BJP ഒറ്റയ്ക്ക് മറുഭാഗത്ത് നിൽക്കുന്ന ഒരു വലിയ തിരിച്ചടി ഉണ്ടാകാൻ കഴിയുന്ന ഒരു അവസ്ഥയിൽ നിന്നും ഈ പാർട്ടികളെ പിളർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് BJP-യുടെ സ്ട്രാറ്റജിക്കായ നീക്കം തന്നെയാണ്. അത് ഒരു മാസ്റ്റർ സ്ട്രൈക്ക് എന്ന് തന്നെ പറയണം. അതിൻ്റെ ഒരു നേട്ടം BJP-ക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും ആ പിളർത്തലിൻ്റെ രീതിയോട് സാധാരണ ജനങ്ങൾ ഏത് തരത്തിൽ പ്രതികരിക്കും, അതിൻ്റെ ധാർമ്മികത അടക്കമുള്ള വിഷയങ്ങളിലേക്ക് വരുമ്പോൾ അത് വോട്ടിങ്ങിനെ ചിലപ്പോൾ ബാധിക്കാൻ സാധ്യതയുള്ള വിഷയമാണ്. മറ്റൊന്ന് ഈ മറാഠ സംവരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളെല്ലാം സജീവമായ ചർച്ചയായി തന്നെ നിൽക്കുകയാണ്. എന്തായാലും നമ്മുടെ സമയം അവസാനിക്കാൻ പോവുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിലും ഇപ്പോഴുള്ള പ്രവചനങ്ങളും പ്രശാന്ത് കിഷോറിൻ്റെ പ്രവചനങ്ങളും അതോടൊപ്പം തന്നെ ഉള്ള വിഷയങ്ങളും ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിൽ ഇനിയും വിഷയങ്ങൾ മാറിമറിയാൻ അധിക സമയമൊന്നും വേണ്ട. ഒരു നേതാവിൻ്റെ വാക്കുവീഴ മുതൽ അല്ലെങ്കിൽ ബോധപൂർവ്വം സൃഷ്ടിക്കുന്ന ഒരു പ്രസ്താവന വരെ എന്തും തെരഞ്ഞെടുപ്പിന്റെ വിജയപരാജയങ്ങൾ ഓരോ ദിവസവും അജണ്ടകൾ മാറി മറിയുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ നാളത്തെ ചർച്ചാ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടത് എന്താണ് എന്നറിയണമെങ്കിൽ പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ കാണുക. ഇന്ന്